ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പൂപ്പലി കാണാൻ വേണ്ടി പോവാണ്. പൂപ്പലി 2026. അങ്ങനെ സ്കാനറൊക്കെ പാസ്സാക്കി ഇതേ നമ്മൾ ഉള്ളിലേക്ക് പോവാണ്. ഹൈ ഹൈ ഹൈ, എന്താ നോമി കാണണേ, പൂക്കളുടെ കലവറയോ. എൻ്റെ അമ്മോ, എന്ത് രസമല്ലേ. പൊട്ടുപൊടി പോലെയായിരുന്നു ഇത് കാണാനായുള്ള ആൾക്കാരുടെ തിരക്ക്. ആ തിരക്കിനിടയിലേക്കാണ് സുഹൃത്തുക്കളെ അരിമണി പോലെ ഇരിക്കണം ഞാനും ചെന്ന് പെട്ടത്. ആ പൂക്കളൊക്കെ നമ്മളെ നോക്കി ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അതോ ഇനി അവരുടെ മൈൻഡ് വോയിസിൽ വന്നിട്ടുണ്ട് നമ്മളെ കാണാൻ വേണ്ടി. വെയിലത്ത് കിടക്കുന്നത് കണ്ട് ഒരു സെന്റിമെന്റ്സ് പോലും ഇല്ലാതെ അവൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക. ഇനി അങ്ങനെ എങ്ങാനും ആണോ? അങ്ങനെ നടന്ന് കഥകളി ആശാന്റെ പൂന്തോട്ടം കണ്ടു. പിന്നീട് അങ്ങോട്ട് പൂവിന്റെ ഇടയ്ക്ക് പാമ്പായി, മാനായി, കരടിയായി, കാട്ടുപോത്തായി. മെയിൻ അറ്റത്ത് കണ്ടില്ലല്ലോ എന്ന് ഡെസ്പ് അടിച്ചപ്പോഴത്തേക്കും പുള്ളീനെയും കണ്ടു. നമ്മുടെ വയനാട്ടിലെ ഫേമസേ കടുവാച്ചൻ. പുള്ളി ഒരു ഗിറ്റാർ ഫാനാന്ന് തോന്നുന്നു കേട്ടോ. ഇവരൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് പൂപ്പലി. അങ്ങനെ ഇനിയും കുറേ സാധനങ്ങൾ, അതായത് കുറേ പൂക്കളുടെ ഫ്ലോറൽ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ട് നടന്ന് നമ്മളൊരു പ്രദർശനശാലയിലേക്ക് എത്തും. അവിടുന്ന് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മീൻ തൊട്ട് അങ്ങോട്ട് തുടങ്ങുവാണ്. ഇഞ്ചി, കപ്പ, കാച്ചിൽ, ചേന, ചായപ്പൊടി, കാപ്പിപ്പൊടി. പിന്നെ എൻ്റെ അമ്മയെപ്പോലെ ചെടികൾ ഇഷ്ടമുള്ള അമ്മമാർക്കായിട്ട് ഒരു ചെടി വിൽപ്പന സെക്ഷൻ വരെ അവിടെ ഉണ്ട്. അങ്ങനെ കുറേ ഉണ്ട് ഗൈസ്. ഇവിടുന്ന് ഇറങ്ങി നേരെ സ്റ്റാളിൽ പോയാൽ പണ്ടത്തെ മിഠായി തുടങ്ങി ഹൽവ, മാല, കമ്മൽ, ബുക്സ്, കത്തി, പിള്ളേർക്ക് വേണ്ട പെയിൻറ്റിങ് സെറ്റ്സ്, കളിപ്പാട്ടങ്ങൾ, വാച്ച്, ചെരുപ്പ്, അങ്ങനെ പരന്ന് കിടക്കുകയാണ്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങാനായിട്ട് പോകുമ്പോഴത്തേക്കും ജിപേ നമ്മൾ തുറക്കും. പക്ഷെ ജിപേ പ്രവർത്തിക്കില്ല, കാരണം അവിടെ റേഞ്ച് ഇല്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് പോകുന്നവരെന്തായാലും ലിക്വിഡ് ക്യാഷ് കയ്യിൽ കരുതുക, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ തിരിച്ച് കൊടുക്കേണ്ടി വരും. നമ്മൾ ഡെസ്പാവും. അപ്പോൾ അതിനുള്ള സാഹചര്യം നിങ്ങൾ ഇടയാക്കരുത്. സോ മസ്റ്റായിട്ട് നിങ്ങൾ ലിക്വിഡ് മണി കയ്യിൽ കരുതിയിട്ട് പോവുക. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് പാണ്ടാരടങ്ങി വിശന്നിരിക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഫുഡ് സ്റ്റോൾ പ്രത്യക്ഷപ്പെടും സുഹൃത്തുക്കളെ. അപ്പം നമ്മൾ അവിടെ നിന്ന് വെള്ളമോ ചായ എന്താണെന്ന് വെച്ചാൽ വാങ്ങി കുടിക്കുക. അവിടെ കപ്പ, നെയ്ച്ചോറ്, കപ്പ ബിരിയാണി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ കപ്പ ബിരിയാണിയാണ് കഴിച്ചത്. അതത്ര പോരായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ ആവണമെന്നില്ല, പക്ഷെ നമ്മൾ പോയ അന്ന് അത് ഫ്ലോപ്പായിരുന്നു എന്തായാലും. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അത് ലൈറ്റ് കണ്ടത്, അതായത് പൂപ്പലി മൊത്തമായിട്ടൊന്ന് കത്തിച്ച് കണ്ടിട്ട് ഇറങ്ങണം എന്നായിരുന്നു. അങ്ങനെ അത് ഫുള്ളായിട്ട് എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട്, കാരണം നമ്മൾ ഇറങ്ങിയ പിരിട്ടായി. അപ്പോൾ ലൈറ്റ് എല്ലാം ഒന്ന് കത്തി കണ്ടപ്പോഴത്തേക്കും എനിക്ക് സമാധാനമായി. പിന്നെ ഉത്സവപ്പറമ്പിൽ പോലെ ആൾക്കാരെയും കണ്ടു, സ്റ്റേജും കണ്ടു. കാരണം അന്നൊരു സൺഡേ ദിവസമായിരുന്നു. സോ കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, ട്രിവാൻഡ്രം, കാസർഗോഡ്, അങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വന്നിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഭയങ്കര റഷായിരുന്നിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഞങ്ങൾ പോയത്. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ പൂപ്പലി എക്സ്പീരിയൻസ്. ഇതൊക്കെയായിരുന്നു ഞാൻ അവിടെ കണ്ട കാര്യങ്ങൾ. ഇഫ് യു വാണ്ട് ടു നോ മോർ റിവ്യൂ ലെറ്റ് മീ നോ. ഓക്കെ.